കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർക്കുട്ടാ, എവിടാ? ഇങ്ങോട്ട് വന്നിട്ട് ഈ മുളകൊന്നും എടുത്ത് വെയിലത്ത് വെക്കട്ടോ. അവിടെ ഇരിക്കുന്നു. ഇന്ന് റാഗിയുടെ വെർമിസലി വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് എത്രയാണോ വെർമിസെല്ലി ആവശ്യമുള്ളത് അത്രയും എടുക്കുക. അതിനുശേഷം ഇതേപോലെ നല്ലോണം മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അതൊന്ന് കുതിർന്ന് വരാനുള്ള സമയം കൊടുക്കണം. ഇപ്പോൾ വെർമിസെല്ലിയൊക്കെ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുതിർന്നാൽ മതി. ഇത് തീരെ നൈസല്ലേ, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് വരും കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ച് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ആവി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട. ആവി പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. പാർക്കുട്ടാ, ആ മുളകിങ് എടുത്തോ മോനെ. അച്ഛൻ വണ്ടി കഴുകാൻ പോലെ വെള്ളം മുഴുവൻ അതിട്ട് തിരക്കി കേട്ടോ. എന്നെ എടുക്കുമായിരുന്നു. അതൊന്നും കിളിക്കില്ല, വെറുതെ ഇതെല്ലാം കൊണ്ട് കളയുക. ഇപ്പോൾ വെർമിസെല്ലി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് കാര്യമാക്കണ്ട. ഇത് തണുക്കും തോറും അതങ്ങോട്ട് വിട്ടിട്ട് വന്നോളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണ്ടവർക്ക് ചേർത്താൽ മതി, വേണ്ട എങ്കിൽ ചേർക്കണ്ട കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. നമ്മുടെ പലഹാരം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കഴിക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ കൊടുത്തിരിക്കും. പാർവേ, കഴിക്കാൻ വായോ. അതും എടുത്തോണ്ട് പോയോ? വേഗം എൻ്റെ അമ്മയ്ക്ക് നല്ല ബീറ്റ്റൂട്ട് കൊടുക്കണേ. എൻ്റെ അമ്മ പറഞ്ഞു നീ വളയത്തിലോ, നീ വളർന്ന് കാണിക്കണേ. എനിക്ക് വെള്ളമൊക്കെ എപ്പോഴും ഒഴിച്ചു തരാവേ. വളയണേ.